റാണി എവിടെ പോയി? അവള് ലീലേച്ചിയുടെ വീട്ടിൽ പോയതാ. ഗിരിയേട്ട, രശ്മിക്ക് ഇപ്പൊ കല്യാണം വേണ്ടെന്നാ പറയുന്നത്. അത് അവൾക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മളിപ്പോ ശ്രമിക്കണോ? പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും രത്നയ്ക്ക് വിഷമം ഉണ്ടാവില്ലേ? ആദ്യം നമുക്ക് രത്നയുടെ കല്യാണം നടത്താം. എന്റെ ആഗ്രഹം തന്നെ പറഞ്ഞു. ജോത്സ്യം പറഞ്ഞോണ്ട് ഞാനിങ്ങനെ. ഗിരിയേട്ട, ജോത്സ്യന്റെ അല്ലല്ലോ അവസാന വാക്ക്. ഈ കവടി നിർത്തി കണ്ടുപിടിക്കുന്നതൊന്നും അല്ല ജീവിതം. ജോത്സ്യം പറയുന്ന പോലെ നടക്കണമൊന്നുമില്ല. അതെ, ഞാൻ അന്നേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്താ പറഞ്ഞു? അല്ല, നമ്മുടെ കല്യാണത്തെക്കുറിച്ച് ആ ജോത്സ്യൻ എന്താ അന്ന് പറഞ്ഞത്? അയ്യോ, നമ്മുടെ കാര്യത്തെ കുറിച്ചല്ല അന്ന് പറഞ്ഞത്. അനിയത്തിമാർക്ക് മുമ്പേ എന്റെ കല്യാണമാണ് ഇവിടെ ആദ്യം നടക്കുക എന്നാണ് പറഞ്ഞത്. കാര്യം വർഷങ്ങളിലൂടെ കടന്ന് കറങ്ങിത്തിരിഞ്ഞ് എന്റെ കല്യാണം തന്നെ ആദ്യം നടന്നില്ലേ? ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ സാഹചര്യവശാൽ നടന്ന പോലാണല്ലോ എന്റെ കല്യാണം. നമ്മുടേതൊരു വിവാഹമാണെന്ന് പറയാൻ പറ്റൂ ഗിരിയേട്ട. നിവർത്തിയില്ലാത്തപ്പോ ചെയ്തൊരു കാര്യം, അല്ലാതെ അത് ജ്യോതിഷവിധിയൊന്നും അല്ലല്ലോ. ഞാനും ഗിരിയേട്ടനും ഭാര്യാഭർത്താക്കന്മാരല്ല ഇതുവരെ. സിദ്ധുവിനെ കാണുന്ന ദിവസം വരെയുള്ളൂ നമ്മുടെ ഈ അഭിനയ ജീവിതം. അപ്പൊ ഇതിലൊന്നും കാര്യമില്ലെന്നാ ഞാൻ പറഞ്ഞു വന്നേ. ജോത്സ്യന്റെ പ്രവചനമൊന്നും കാര്യത്തിലെടുത്ത് ആലോചിക്കണ്ട. രത്നയുടെ കാര്യമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. അത് കഴിഞ്ഞ് രശ്മിയുടെ, പിന്നെ റാണിയുടേത്. എന്തായാലും ഗിരിയേട്ടൻ ആ ജോത്സ്യനെ വിശ്വാസം ഉണ്ടെങ്കിൽ ജോത്സ്യനെ വിളിച്ച് രത്നയുടെ ആ പയ്യന്റെയും ജാതകം ചേരുമെന്ന് ചോദിക്ക്. ഗിരിയുടെ പെങ്ങന്മാർക്ക് കല്യാണാലോചനകൾ വരുന്ന കാര്യം താനെങ്ങനെ അറിഞ്ഞേ? അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നാട്ടിൽ വെറുതെ ഒന്ന് തിരക്കി, അപ്പൊ അറിഞ്ഞതാ. അല്ല, ഈ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ അല്ലേ? ഉള്ളതാ. ആ മൂത്ത പെണ്ണിനെ ആലോചനകളൊക്കെ വരുന്നുണ്ടെന്നാ കേൾക്കുന്നത്. നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? ഗിരിയുടെ പെങ്ങന്മാർക്ക് കല്യാണ ആലോചനകൾ നോക്കി തുടങ്ങിയെന്ന്. അവന്റെ പെങ്ങന്മാരെ കെട്ടാൻ ഏത് കോത്താഴത്തിന് ഏത് തമ്പുരാൻ വന്നാലും നമ്മളതങ്ങ് മുടക്കും.